Father, you are king over the flood, and I will be still and know you are God. And I will be still and know you are God. And I will be still and know you are God. Now I invite Reverend Father Joseph Roy for the welcome address. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ചെറുത് ചേതോഹരമെന്ന് ഒരു മലയാളത്തിൽ ചൊല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു പഴഞ്ചൊല്ലാണിത്, ചെറുത് ചേതോഹരം. ഈ ഹ്രസ്വമായ സമ്മേളനത്തിന് നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പൺപാശ്ശേരി അച്ഛന, ഒപ്പം തന്നെ ആശീർവാദ കർമ്മവും നടന്നു കഴിഞ്ഞു. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കലിനടുത്തുള്ള ചേതലേരി സ്വദേശിയാണ്. തിലേരി ആശ്രമത്തെയും ദൈവശാസ്ത്ര വിദ്യാപീഠത്തെയും ആശ്രമത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളെയും 3 ഘട്ടങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 3 ഘട്ടങ്ങളിലും ആശ്രമത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ആശ്രമത്തിന്റെ വളർച്ച വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 2008 മുതൽ 11 വരെയും 2017 മുതൽ 18 വരെയും 2020 മുതൽ ഇന്ന് വരെയും അദ്ദേഹം ആശ്രമത്തെയും എല്ലാത്തിനെയും ഒരേപോലെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മമണ്ഡലത്തിൽ നിത്യം ഉണർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പൺപാശ്ശേരി അച്ഛന് നിറമനസ്സോടെ നമുക്ക് സ്വാഗതം ചെയ്യും. മദർ റെക്സിയ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകയാണ്. കൊല്ലം ജില്ലയിലെ മുക്കാട് എന്ന ദേശത്താണ് ജനിച്ചത്. വിമല ഹൃദയ സഭ എന്ന ഏകദേശം 600ഓളം അംഗങ്ങളുള്ള ഒരു സന്യാസ സമൂഹത്തിന്റെ അമരക്കാരിയാണ്. മനഃശുദ്ധി, ക്ഷമ, ഉത്സാഹം എന്ന ജീവിതത്തിന്റെ 3 കൽത്തൂണുകൾ വൈകുന്ന ഓരോ ചുവടിലും പ്രകാശിപ്പിക്കുന്ന ജീവിതത്തിനുടമ മദറിനെ ഹാർദവുമായി നമുക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട സുനിൽ സി, അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ജനിച്ചത്. സാഹിത്യ ലോകത്ത് 4 നൂറ്റാണ്ട് പിന്നിടുന്ന സെന്റ് ഫ്രാൻസിസ് പ്രോവിൻസിന്റെ മുത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന
ഈശ്വരന് ഒരു ഇമെയിൽ എന്ന ഒരു ചെറിയ കവിതയിലൂടെ ആരംഭിച്ച എഴുത്ത് ജീവിതത്തിന്റെ പ്രയാണം ഇന്ന് ഈ ദിവസം രജതശോഭയിൽ നിറയുകയാണ്. സുനിലച്ചൻ എഴുത്ത് ആരംഭിച്ചിട്ട് ഇന്ന് 25 വർഷം പൂർത്തിയാവുകയാണ്. യുവസന്യാസി സാഹിത്യകാരിൽ പകരം വയ്ക്കാനാവാത്ത ഒരിടം സൃഷ്ടിച്ചെടുത്തു. 2019 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിശയിൽ സിനിമയും നിരൂപണവും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അദ്ദേഹം അവാർഡ് കരസ്ഥമാക്കി. 5 വർഷം എൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ വെളിച്ചത്തില് എനിക്ക് പറയാൻ സാധിക്കും, എഴുത്തിന്റെ ലോകത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അർപ്പണബോധം പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ അദ്ദേഹത്തിന്റെ എഴുത്തിന് സാധിക്കും. അദ്ദേഹം എഴുത്തിന്റെ ലോകത്ത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ചെറുപുഷ്പവിലാസത്തിൽ ഏലിയാസന്റെ മകൻ സുനിൽ സിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് വരാനിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അമ്മയ്യ. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് അവർ ജനിച്ചത്. സുനിലച്ചന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇനിയുള്ള സിനിമാ ലോകത്ത് നമ്മളൊക്കെ കേൾക്കാനിടയുള്ള ഒരു നാമമാണ് അമ്മയ്യ. അവരെയും ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആശ്രമത്തിനകത്ത് ജീവിക്കാത്ത എന്നാൽ അന്തേവാസികളെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന 1-2 കുടുംബങ്ങളുണ്ട് ദിവേദിയിൽ. ഒരു കുടുംബമാണ് ബോസ്കോ സാറിന്റെ കുടുംബം. ഇന്ന് വേദിയിലിരിക്കുന്നത്, എല്ലാ വേദിയിലും ഇരിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നത് ബോസ്കോ സാറിനെയാണ്. എന്നാൽ ഇപ്പോൾ ബോസ്കോ സാർ ആ സ്ഥാനം മകന് കൊടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും ആശ്രമത്തിന്റെ ഇതുവരെയുള്ള എല്ലാ വളർച്ചകളിലും പുരോഗതികളിലും ബോസ്കോ സാറിന്റെയും കുടുംബത്തിന്റെയും സേവനം ഞങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. ജഗ ബോസ്കോ ഞങ്ങൾ എല്ലാവരുടെയും സുഹൃത്താണ്. ആദ്യമേ പറഞ്ഞതുപോലെ അദ്ദേഹം ആശ്രമത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധത്തില് അദ്ദേഹം മാതൃകാപരനായ ഒരു അപ്പനാണ്, ഒരു മാതൃകാപരനായ ഒരു ഭർത്താവാണ്, നല്ല ഒരു സത്യ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നികുതി സമ്പാദന മേഖലയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അസീസി പ്രസിന്റെ ബോർഡ് മെമ്പറും ധനകാര്യമായ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് ബോസ്കോയെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. 85 വർഷം പിന്നിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അസീസി പ്രസ് സ്ഥാപിച്ചിട്ട്. ഇതിന് മുൻപിൽ വന്നു നിൽക്കുന്ന നമുക്ക് തോന്നും ഇതിന്നും അതിന്റെ ശൈശവ ദശയിലാണെന്ന്. ഒരുപക്ഷെ അങ്ങനെയാവാം. എങ്കിലും ഇന്ന് ഈ കാണുന്ന ഈ ചെറിയ സ്ഥാപനത്തിന് മനോഹരമായ മുഖം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ബാബു റോബർട്ട് അച്ഛന് സാധിച്ചു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തെ കഠിന പരിശ്രമവും അദ്ദേഹം ഒഴുകിയ വിയർപ്പും അതിന്റെ ഫലം ഈ അവസാന നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസീസി പ്രസിന് അതിൻ്റെതായ ഒരു ധനിമ കൊടുക്കുവാനായിട്ട് ബാബുച്ചിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വളർച്ചയുടെ പടവുകൾ അസീസി പ്രസ് കൈവരിക്കും. മുൻവശത്ത് കൂടി നിൽക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, അസീസി പ്രസിന് വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ലെന്നും. ശരിയാണ്, വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അസീസി പ്രസ് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അറിയപ്പെടുന്ന ഒരു അച്ചടിശാലയായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എങ്കിലും ഈ ദിവസത്തെ ഇത്രയും ധന്യവും മനോഹരവുമാക്കാനായിട്ട് വിയർപ്പൊഴുക്കിയ ഏറ്റവും പ്രിയപ്പെട്ട ബാബുവച്ചനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെത്തിയിട്ടുണ്ട്. വിമല ഹൃദയ സഭ, SRA സഭ, ഉമേനഗൂർ സഭ, അങ്ങനെ എല്ലാ സഭകളിലും വന്ന സഹോദരിമാർക്ക് സ്നേഹത്തോടെ സ്വാഗതം. അതുപോലെ തന്നെ ആശ്രമത്തിന്റെയും
അസിസി പ്രസിന്റെയും വളർച്ചയ്ക്ക് എന്നും മുതൽക്കൂട്ടായി നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അസിസി പ്രസിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഹൃദ്യമായി ബ്രദേഴ്സിനെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Father. Next, I invite Reverend Father Joseph Pierce, the guardian and rector of both the Institute of Theology, for the presidential address. സ്നേഹബഹുമാനപ്പെട്ട മാതൃകാവ് മേരി, ബാബൂച്ച, മറ്റു സഹോദര വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, പ്രശ്നത്തിനകത്തിരിക്കില്ലെന്നറിയാം. എങ്കിലും നമ്മൾ ഈ നിമിഷം, ഈ ഒരു നേട്ടത്തിൻ്റെ നിമിഷമാണ്. അസിസി പ്രസിഡന്റ് കൂടെ ചെറിയ രീതിയിൽ റിലീജിയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്നതായ ഒരു സംരംഭം ബാബൂച്ചൻ ആരംഭിച്ചു. അതിൻ്റെ ഒരു വളർച്ചയായിട്ട് ഈ ഭാഗം കിട്ടിപ്പൊക്കുവാനും അവിടെ അത് വലിയ നിലയിൽ അത് നടത്തുവാനും ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഇനാഗുറേഷൻ നടക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ സേവനം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെ, ആവശ്യമുള്ളവരെ സഹായിക്കുവാനായിട്ട് എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതവരുടെ കടമയുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പുച്ചിൻ സഭ ഇവിടെ കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ ഈ SSC പ്രസ്സും സോഷ്യൽ സെൻ്ററും ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. ഒരുപക്ഷെ പല വർഷങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ഇത് നല്ല വളർന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ പ്രസിൻ്റെ മീഡിയ വളരെ കോമ്പറ്റീഷൻ ആയപ്പോൾ അതനുസരിച്ച് ആ രീതിയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇതറിയപ്പെടാതെ പോയത്. പക്ഷെ എന്നിരുന്നാലും കുടുംബങ്ങളിലൊക്കെ ഈ വിശുദ്ധ വസ്തുക്കൾ വാങ്ങിക്കുവാൻ നിരവധി പേര് ആഗ്രഹിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ബാബൂച്ചൻ ഇങ്ങനൊരു ചിന്ത അദ്ദേഹത്തെ മനസ്സിലേക്ക് കടന്നു വന്നത്. അത് അദ്ദേഹം ഈ വർഷങ്ങളായിട്ട് ചിന്തിച്ച് അത് നല്ല സ്ഥലം വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് നിരവധി പേരുടെയൊക്കെ അച്ഛനെന്നെ അറിയാം, ചോദിച്ചാൽ പറയുമായിരിക്കും എവിടെ നിന്നൊക്കെയാണ് ഈ പണം കിട്ടിയെന്നൊക്കെ. അപ്പോൾ അത് ആ സംരംഭം, അതായത് നന്മ ചെയ്യണം, ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മളുടെ സമൂഹത്തിലുള്ളവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ബാബൂച്ചൻ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ ബാബൂച്ചന് നമ്മളെല്ലാവരുടെ കൂടി എല്ലാവരുടെ നാമത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ ഇത് നമ്മൾ ചെയ്യേണ്ടതിന്റെ സഹകരണമാണ്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനൊക്കെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന കുടുംബങ്ങളോടും സന്യാസ സമൂഹങ്ങളോടൊക്കെ പറയുക. അങ്ങനെയാണ് നമ്മൾ വളരുക. റോയിച്ച പറഞ്ഞ പബ്ലിസിറ്റി കുറവാണ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കെല്ലാം ഇതൊരു പബ്ലിസിറ്റി കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇപ്പം ജോസാഷ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ SSC പ്രസിന്റെ ഈ ഒരു ഭാഗവും മറ്റുള്ളവർ അറിയപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയുണ്ടാകുന്ന കുറവുകളെ കുറിച്ച് പറയാനല്ല, മറിച്ച് ഇത് എന്തെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ അത് ബാബൂച്ചനോടും സ്റ്റാഫിനോടും നേരിട്ട് പറയാനും ആ കുറവ് മാറ്റിയെടുക്കുവാനും അത് കൂടുതൽ നല്ല നിലയിലേക്ക് വളർന്നു വരുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് ഈ ഒരു സംഭവം ആരംഭിച്ചതിന് പ്രത്യേകമായിട്ട് ബാബൂച്ചന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു നല്ല സംരംഭം ഇവിടെ ആരംഭിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും Thank you, Father. Next, I invite Reverend Mother Rexia Mary, the Superior General of FIH Congregation, for the inaugural address. പിള്ളേരി ആശ്രമത്തിൻ്റെ ഗാർഡിയനും ബോധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ
റെക്ടറുമായ റവറൻഡ് ഫാദർ ജോസഫ്, ഈ തില്ലേരി പ്രസിന്റെ ഡയറക്ടർ റവറൻഡ് ഫാദർ ബാബു, റവറൻഡ് ഫാദർ റോയ്, മിസ്റ്റർ ജോസ് ജേക്കബ് ബോസ്കോ, ഡിയർ റവറൻഡ് ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തില്ലേരി ആശ്രമത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ തില്ലേരി പ്രസിന്റെ അത് വിപുലീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കുന്ന ഈ വേളയിൽ നാം ഓരോരുത്തരുമായിരിക്കുകയാണ്. ഈ പ്രസിന്റെ ഡയറക്ടർ ബാബു അച്ഛനും ആശ്രമത്തിലെ എല്ലാ വൈദികർക്കും ഞങ്ങളുടെ വിമല ഹൃദയ സഭയുടെ പേരുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. നമുക്കറിയാം, തില്ലേരി ആശ്രമം എന്ന് കേൾക്കുമ്പോൾ കൊല്ലം രൂപതയുടെ ആത്മീയ സ്രോതസ്സുകളിൽ ഒന്നാണ്. കാരണം തൻ്റെ ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അടുത്തനുകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നിശബ്ദമായ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണിത്. ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആധ്യാത്മിക ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ കപ്പുച്ചിൻ വൈദികരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ എല്ലാ ശൈലികളും ഞങ്ങൾ വളരെ ബഹുമാനത്തോടും അതുപോലെ തന്നെ സന്തോഷത്തോടുമാണ് നോക്കിക്കാണുന്നത്. ഞങ്ങൾക്ക് ഏവർക്കും, അതായത് FIH സഹോദരിമാർക്ക് കപ്പുച്ചിൻ വൈദികർ സ്വന്തം സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരങ്ങളുടെ എല്ലാ സന്തോഷത്തിലും ഞങ്ങൾ FIH സഹോദരിമാർ പങ്കെടുക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ തില്ലേരി പ്രസിന്റെ പുതിയ ബ്ലോക്ക് ആശീർവദിക്കുകയാണ്. അതുപോലെ തന്നെ ബാബു അച്ഛൻ ഇതിന്റെ പുതിയ സ്റ്റോളൊക്കെ വിപുലീകരിച്ച് ജനങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുകയാണ്. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുകൊള്ളുകയാണ്. നമുക്കറിയാം, തില്ലേരി ആശ്രമത്തിന്റെ പ്രസ് വെറും മെഷീനുകളും ആളുകളും ഉൾക്കൊണ്ട ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല. ഇതൊരു സുവിശേഷ പ്രഘോഷണ കേന്ദ്രമാണ്. അതായത് ജനങ്ങളുടെ വിശ്വാസദീപ്തി ഉണർത്തുന്ന ഒരു പ്രഘോഷണ കേന്ദ്രമാണിത്. സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആശ്വാസന ആഗ്രഹിക്കുന്നവർക്ക് വചനമായി പ്രാർത്ഥനയായി കടന്നു ചെല്ലുന്ന അക്ഷരങ്ങളാണ് ഈ പ്രസിൽ പിറവിയെടുക്കുന്നത്. നമുക്കറിയാം, ബാബു അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ത്യാഗത്തോടുകൂടി അച്ഛന്റെ പ്രയത്നങ്ങൾ ഈ പ്രസിലുണ്ട്. വളരെ നിശബ്ദമായിട്ട്, ആരോടും പറയാതെ, വളരെ കഠിനാധ്വാനം, അതായത് ഡെഡിക്കേഷനോട് ചെയ്യുന്ന അച്ഛന്റെ അധ്വാനത്തെ ഞങ്ങൾ എപ്പോഴും നോക്കിക്കാണാറുണ്ട്. ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. അച്ഛൻ ഈ പ്രസിന്റെ വിപുലീകരണത്തെ കുറിച്ചൊക്കെ ഞങ്ങളോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഈ പുതിയ കെട്ടിടം ആശീർവദിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബാബുച്ചനായിരിക്കും. ഒരിക്കൽ കൂടി അച്ഛന് ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷം അറിയിക്കുകയാണ്. നമുക്കറിയാം, സ്റ്റോൾ വളരെ നല്ല രീതിയിൽ അച്ഛൻ സജ്ജമാക്കിയിട്ടുണ്ട്. കൊല്ലം രൂപതയിലെ മക്കൾക്ക് പ്രാർത്ഥനയിലെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കടന്നു ചെല്ലാനുള്ള ഏക വഴിയാണ് ഈ സ്റ്റോൾ. നമ്മൾ തില്ലേരി പ്രസംഗം കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇവിടുത്തെ രൂപങ്ങളും പടങ്ങളും ജപമാലകളും പ്രാർത്ഥനകളും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഈ പ്രസ് അനേകർക്ക് ആത്മീയമായി വളരാനായിട്ട്, ആത്മീയ ഉയരാനായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. തങ്ങളുടെ ജീവിത ശൈലിയിലൂടെയും ജീവിതചര്യകളിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിനായി, അത് യേശുവിനോട് ജീവിക്കാൻ അക്ഷരങ്ങളെയും വചനങ്ങളെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ കലയെയും കൂട്ടുപിടിച്ചിരിക്കുന്ന എല്ലാ കപ്പിച്ചൻ വൈദികർക്കും ഞങ്ങളുടെ FIH സിസ്റ്റേഴ്സിന്റെ ആശംസകൾ നേരുകയാണ്. ഈ പ്രസ് അനേകർക്ക് ആത്മീയ വഴിയിലൂടെ നടന്നു നീങ്ങാനുള്ള ഒരു കേന്ദ്രമായി മാറട്ടെ. അതുപോലെ വേറൊരു സന്തോഷം, സുനിലച്ഛന്റെ ഇന്നത്തെ പാട്ടുവണ്ടി എന്നുള്ള ആ കവിതാ സമാഹാരം റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്.
അച്ഛന് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ ഓരോ കവിതയും ഓരോ പ്രാർത്ഥനകളാണ്. ഇനിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുനിലച്ഛൻ അനേകം പ്രാർത്ഥനകൾ, കവിതകൾ എഴുതി അനേകരെ ദൈവത്തിലേക്ക് ഉയർത്താൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സുനിലച്ഛനും അതുപോലെ ബാബു അച്ഛനും തില്ലേരിയിലെ എല്ലാ വൈദികർക്കും ബ്രദേഴ്സിനും ഞങ്ങളുടെ സന്തോഷവും പ്രാർത്ഥനയും ആശംസയും അറിയിക്കുന്നു. താങ്ക് യു. Thank you, Mother. And now we will have the book release of book by Reverend Father Sunil C. Partuvetti and Amaya, the transgender activist, will be giving the book to Mother Redsia Mary. So let us stand up for this. Now we will hear the words from Amaya. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമയ പ്രസാദ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. എന്നെക്കുറിച്ച് ആർക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം. ഞാൻ ട്രാൻസ് വുമണാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു ഭാരവാഹിയാണ്. അതിന് പുറമായിട്ട് എൻ്റെ ആത്മകഥ ഞാനിപ്പോൾ പുസ്തകമാക്കുന്നുണ്ട്. അതിലുപരി ഞാൻ കുറച്ച് മൂവീസ്, ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. പക്ഷേ മോഡലാണ്. മിസ് ട്രാൻസ് കേരളയാണ്. 2021-2022 മിസ് ട്രാൻസ് ആണ്. അതിലുപരി ഇപ്പോൾ ജയരാജ് സാറിൻ്റെ പുതിയ മൂവി, സുരേഷ് ഗോപിയുടെ പുതിയ ഫിലിമിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നു. ഷൂട്ട് തുടങ്ങാറായിട്ടുണ്ട്. ഒരു സിനിമ കഴിഞ്ഞു. അതിലുപരി ഒരുപാട് വർക്കുകളുമായിട്ട് കമ്മിറ്റഡ് ആണ്. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞു. അതിലുപരി ഇപ്പോൾ ഒരു പാട്ടുപെട്ടി എന്നൊരു പുസ്തകം ഇത് റിലീസ് ചെയ്യാനായിട്ട് സുനിലച്ഛൻ്റെ ഇത്രയും നല്ലൊരു കവിത വായിക്കാൻ അറിയായിരിക്കും. ഇത്രയും നല്ലൊരു കവിത എനിക്കിവിടെ സിസ്റ്ററിനെ കൊടുക്കാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷം. എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഇവിടുത്തെ ഭാരവാഹികൾ ആരൊക്കെയെന്ന് നന്നായിട്ട് അറിയില്ല. അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. Thank you, Amaya. Now I invite Mr. Jacob John Bosco for the felicitation. Very Reverend Father Joseph Prakash, the Superior of the Friary and Director of the Seminary, and also the former Provincial of the Province, Very Reverend Father Joseph Roy, Very Reverend Sister Mother General Sister Redsia Mary, Superior General of the Franciscan Anglican of Mary Congregation of Irish, Miss Amaya, Reverend Father Barbara Robert, Manager of the Press, Reverend Fathers, Reverend Sisters, Reverend Brothers, and all the distinguished persons of the Catholic audience and guardians. Actually, first of all, I extend my heartfelt thanks and gratitude for Father Barbara Robert for inviting me to give me a chance to speak on this occasion. It's a well-known fact that there is no ambiguity in saying that the most arduous or the most challenging or the most demanding task for an
aspiring to be entrepreneur, to start a business and to establish it. Starting a business and establishing and maintaining the momentum of the business, it's very hard, particularly in the state of Kerala. Actually, the thought that comes to my mind is, when I think about this press, you know, the state of Kerala, actually, the income, the revenue generated by the state by way of collection of tax or cess or other duties is being dispersed to spare, to give the salary to the government employees of the state. Not much is being kept in the reserve, the treasury for the development of the state. That's a peculiar situation, or a strange situation in our state. I'm not trying to drawing a parallel or a comparison to what is happening in the state to this press, but still, I just feel that somehow it is left to be, should not be left to be confined, to be perceived as a white elephant on the cupboard, because this is a big asset of the province, and the returns or the proceeds that are generated from this should be dispersed, actually should be beneficial to the employer, not just the employees. Employer means the owners. The owners are the friars of the province. Whole friars of the province are owners of this business undertaking, its establishment. I somehow felt that this was started in the 30s, as Farmer said, it was started more than 85 years back. But with all the resources at disposal, and the machinery had been disposed of close to a crore of rupees and the stock around 40-50 lakhs in this whole building. But somehow the livelihood of the friars, actually, for that to be met, something substantial has to be generated from here. And this will help a long way in doing that in the future. This has started now. I just want to say that I have done a bit of statistics that matter of financial statements for the last 28 years. Actually, I have gone through the financial statements the last 28 years. I could find that during the last 3 years, the turnover of this Assisi press has increased and come to a level. I don't think it will be appropriate for me to be more specific or precise on the turnover. But still, when I look at the turnover, I could see that the 90% of the turnover was generated from this section. Religious articles, and Christmas decoration items, and pious articles. It's not that we are ignoring the press, the printing section of the area. The main component of this press is the printing section. But somehow, as you know, there are quite a few business establishments functioning in the vicinity of this press. So there are competition. So Father Babu, true to his vocation, along with true to his, to serving the Lord, by serving the Lord through this vocation, he has acquired, along with that, an entrepreneurial skill. He has acquired the skill of becoming a businessman. He has acquired the skill of learning the art of doing business. That is what is shown here today, actually. The increase in turnover, this renovation has become possible because of this vision. This has never happened before in the history of this press. I want to say that. Because I just went through as I told you, I just went through the financial statements for the last 28 years from the file. And the turnover the sales turnover of the press during the last 28 years from 1994 till 2021-22, for the last 3-4 years, the turnover is going up. It's not an increase by leaps and bounds, which can be bring rich dividends out of it, but still, I can say that this trend continues. We can keep the momentum. This will benefit the province, the house, to meet your expense at least. I'm more frank and more open to this, to saying this, because ultimately, not only the employees should be beneficial from this. Actually, the employer also should be benefit from this. The employer means the owners, the house, the province. Something substantial should be generated from this, from the proceeds that is coming out of this undertaking. So I'm actually very hopeful, and I would pray that this momentum will be kept upon to increase the turnover to further heights that will reap rich dividends. And talking about Father Babu, as Mother has already said,
He's a silent person. He does his work very quietly. As you know, he's a very large-hearted person. And happy to say that he's my confessor as well for the last 6 odd years. I'm very happy for him. He has done a lot of things actually for this expansion work, for this renovation, for the progress and for the development of this press. And I wish him well. Along with that, all the friars of the province, I wish all of them with prayers as we are approaching the season of Advent, we are entering the Christmas season. May the peace and joy at heart be with you always. Thank you. Thank you, Mr. Jacob. Next, the Assisi Press is honoring Reverend Father Sunil Singh during the completion of his 25 years of literary career and for his immense contribution to the literary world. Now I invite Reverend Father Sunil Sheshadima to show the respect and honor to Reverend Father Sunil Singh. സുനിലിന്റെ ആദ്യത്തെ പുസ്തകം റിലീസ് ചെയ്തത് ഞാനാണ്. ഇപ്പോഴും ഒരു ഓണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ അതിന് അർഹനാണ് എന്ന് തോന്നുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ ഓണം നടത്തുക. Thank you, Father. Now I invite Reverend Father Sunil Singh for the felicitation. ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട റോഹിച്ച, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്യാമത്, ഏറ്റവും പ്രിയപ്പെട്ട ബാബു, പ്രിയപ്പെട്ട അമ്മയ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ മലയാളത്തിൽ എഴുതാനാവുക, മലയാള ഭാഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതല്ലെങ്കിൽ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി ഇടപെടുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പുതിയ കാലത്തിൽ ഏറ്റവും ഭീതി നിറഞ്ഞ സംഗതിയാണ്. ഞാൻ ഈ പോകുന്നിടത്തൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പറയുന്ന ഒരു സംഗതി ഇതാണ്: ഏറ്റവും നല്ല കേൾവിക്കാരൻ ആരായിരുന്നു? തീർച്ചയായിട്ടും ഏറ്റവും നല്ല കേൾവിക്കാരൻ ദൈവമായിരുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ടാഗ്ലൈനുകളുടെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഈ കേൾവിക്കാരൻ പുറത്താവുകയും ടാഗ്ലൈൻ പ്രബലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. 2019-ലോ 18 കോവിഡിന് മുമ്പുള്ള ഒരു ഇന്ത്യ ടുഡേ ഓണപ്പതിപ്പ് എഡിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. നമ്മളതിനകത്ത് മുമ്പോട്ട് വെച്ച ഒരു സംഗതി ഇതാണ്: മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയൽ ഏത് എന്നുള്ള ചർച്ചയായിരുന്നു. ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ, കേരളത്തിലെ പല തീരദേശങ്ങൾ, പൊന്നാനി കടപ്പുറം അടക്കം പല തീരദേശങ്ങളിൽ പോയിട്ട് അവിടെയുള്ള സ്ത്രീകളെ അഭിമുഖം നടത്തി. ഇവിടെ സ്ത്രീജന്മവും കിളിജന്മവും അങ്ങനെയുള്ള കടലുകളുടെ സീരിയൽ ഉണ്ടായിട്ട് ഈ സ്ത്രീകൾ മുഴുവൻ പറഞ്ഞത് കൈലാസനാഥനാണ് മികച്ച സീരിയൽ എന്നാണ്. അപ്പം ഇന്ത്യയുടെ ടീം മുഴുവൻ പെട്ട്, കാരണം ഒരു സർവേ കൂടി നടത്തണം എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുവെന്ന്. അവസാനം രണ്ടാമതൊരു സർവേ കൂടി നടത്തി. ആ സർവേ ചെയ്തത് മുഴുവൻ മലബാർ ഏരിയകളിലാണ്. കണ്ണൂർ കടപ്പുറം, പൊന്നാനി കടപ്പുറം അങ്ങനെയുള്ള ഇടങ്ങളിൽ. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ മലയാള സീരിയലിലൊക്കെ സാധാരണ സ്ത്രീകളിൽ കരയുകയും പിടയ്ക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ കൈലാസനാഥന്റെ പ്രത്യേകത ഇതിൽ അഭിനയിക്കുന്ന മുഴുവൻ പുരുഷന്മാരേക്കും 6 പാക്ക് ഉണ്ട് എന്നുള്ളതാണ്.
നല്ല നെലിച്ചും ഒക്കെ ഈ കൺസെപ്റ്റ് കൈലാസനാഥൻ എന്ന് പറയുന്ന സംഗതി സീരിയലാക്കാനുള്ള പ്രധാന കാരണം ആത്മീയ കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഹൈന്ദവ ആത്മീയതയെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളിൽ എത്തിക്കാവുന്ന ലക്ഷ്യമായിരുന്നു. പക്ഷേ ഇത് കണ്ടവൻ മുഴുവൻ ഇതിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. ഇതേ തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ആത്മീയമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും എല്ലാ നേരങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ കേൾവിക്കാരനായ ദൈവത്തെ ഒരുപക്ഷെ കാട്ടിക്കൊടുക്കുന്ന അല്ലെ കാണുന്ന കാലത്തിൽ കാട്ടിക്കൊടുക്കുന്ന ഒരു സെന്ററാണ് ഒരുപക്ഷെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കേൾവിക്കാരനായ ദൈവത്തെ തീർച്ചയായിട്ടും കാണുന്നവനാക്കി മാറ്റുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ടൂള് പോലും ഏറ്റവും വലിയ ദൈവപ്രഘോഷണമാണെന്ന് ഒരുപക്ഷെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാബുച്ചിന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ പ്രയത്നം, ഇത്രയും വലിയ ഒരു എന്താ പറയുക സ്പിരിച്വൽ റിന്യൂവിംഗ് സെന്റർ, അങ്ങനെയാണല്ലോ പറയുന്നത്. സ്പിരിച്വൽ റിന്യൂവിംഗ് സെന്റർ ആണ്. നിങ്ങൾ കാണുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങൾ പ്യൂരിഫൈ ആകുകയാണ്. നിങ്ങൾ കാണുക വഴി നിങ്ങൾ നിങ്ങളെയൊക്കെ നവീകരിക്കുകയാണ്. ഇതെടുത്ത് അണിയണമെന്ന് പോലുമില്ല, വെറുതെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം മതി. കൺകുളിർക്കെ കാണുക എന്ന് പറയുന്നത് കൂടി തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത്തരത്തിൽ ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഈ എഴുത്തിന്റെ 25 വർഷമായിട്ട് ബന്ധപ്പെട്ട് അവർ വിളിക്കുന്നുണ്ട്, ചില പരിപാടിയൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. ബാബുസിനോട് പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മയെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയുകയാണ്. കേരളത്തിൽ 3000-ഓളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണുള്ളത്. 2999 പേർക്കും പറയാനില്ലാത്ത ഒരു കഥ തീർച്ചയായിട്ടും അമയ എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുണ്ട് കേരളത്തോട്. ഞാൻ സംഭവം കുറച്ച് വർക്കിംഗ് എമോൺ ട്രാൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അവരുടെ കൾച്ചർ, അവരുടെ ആർട്ട് ഒക്കെ എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം എഴുതുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന ഈ അയഞ്ഞ കാലത്തിലെ മനുഷ്യൻ എങ്ങനെയാണെന്ന്, അവൻ എത്രത്തോളം ഭ്രാന്തകളുണ്ടെന്ന്, എത്രത്തോളം ഭ്രാന്തമായ അവൻ ചിന്തിക്കുന്നത്, അവിടെയൊക്കെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന പൗരോഹിത്യത്തിന്റെ സന്യാസത്തിലേക്ക് കേവല സാന്നിധ്യത്തെക്കാൾ ഉപരി ഈ അതിന്റെ എല്ലാ തരത്തിലും മെർജ് ചെയ്യുന്ന സിങ്കാകുന്ന രീതിയിലുള്ള ഒരു ആത്മീയത കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം അത്രയും കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പുരോഹിതന്, ഒരു സന്യാസിനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ തെളിയിച്ചു തരുന്ന ദിവസമാണിത്. ഇതേ സംഗതി 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ പറയുന്ന സന്യാസ സമൂഹങ്ങൾ, സഭ ഒക്കെ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടി വർക്ക് ചെയ്യാൻ ക്ഷണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ് ആയിട്ടുള്ള, മോഡലായിട്ടുള്ള, നടിയായിട്ടുള്ള, അമ്മയ അടക്കമുള്ള വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടി പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടി പ്രവർത്തനങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളെ അവർ ഉൾക്കൊള്ളുന്നു, അവർ നമ്മളെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും സഭയ്ക്ക് കൂടി ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ദൗത്യം കൂടി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഒരുപക്ഷെ ഈ വേദിയിൽ സാന്നിധ്യമായി നമ്മോടൊപ്പം ഉള്ളത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടറായിരുന്ന ജോസഫ് അൻവാശ്ശേരിച്ചൻ, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച റോയി അച്ഛൻ, 3 വർഷക്കാലം 13 വർഷം ഒരുമിച്ച് പഠിച്ച ബാബുച്ചൻ, എന്നെ പല കാര്യങ്ങളിൽ ഇവിടെ മതബോധനത്തിന്റെ ചാർട്ടായിരിക്കുമ്പോഴും പണ്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ടാകുന്ന മദർ റെക്സിയ, അങ്ങനെ എല്ലാവരോടും, ജേക്കബ് ജോൺ ബോസ്കോ, എല്ലാവരോടുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുന്നു. എന്നെ പഠിച്ച ജസ്റ്റിനച്ചൻ അവിടെയുണ്ട്, ഞങ്ങളുടെ ബാച്ച്മേറ്റ് ഉണ്ട് അവിടെ, ഗോത്രേച്ചൻ, ആന്റിയച്ചൻ എൻ്റെ ബാച്ച്മേറ്റാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ ആയിരിക്കാനുള്ള അവസരം ഒരുക്കിയുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുന്നതാണ്. എൻ്റെ ആദ്യ പുസ്തകം തീർച്ചയായിട്ടും സുന്ദരനാണ്. തിയോളജി പഠിക്കുന്ന സമയത്ത് ഏറ്റുവാങ്ങിയത്, പ്രകാശിപ്പിച്ചത് റോസ്മേരി ചേച്ചിയുടെ ഇന്ന് എത്തിച്ചാൽ ആ കൈകൾ പുണ്യം ചെയ്ത കൈകളാണെന്ന് വിശ്വസിക്കാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും തീർച്ചയായിട്ടും അന്നുണ്ടാക്കിയ ഇമ്പാക്റ്റിന് ഒരുപാട് 10 മടങ്ങ് എന്താ പറയുക പ്രത്യുത്തരം ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. എത്രയോ വർഷത്തെ അധ്വാനത്തിന് ശേഷം, 25 വർഷത്തെ അധ്വാനത്തിന് ശേഷം, ഒരുപക്ഷെ 2019 മുതലാണ് ആ അധ്വാനത്തിനൊത്ത റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും തീർച്ചയായിട്ടും ആ കൈകൾക്ക്
അത്തരത്തിൽ ഒരു പുണ്യം കൂടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സുനിലച്ചന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏവർക്കും നന്ദി, കടപ്പാട് രേഖപ്പെടുന്നു. ഒരിക്കൽക്കൂടി നന്ദി, സ്നേഹം, എല്ലാ നന്മകളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി. Thank you, Father Cyril. Next, I invite Brother Anthony to entertain us with a soothing melody. It's a romantic song written by Lionel Richie. The album Hello. I've been alone with you inside my mind, and in my dreams I kissed your lips 1,000 times. Sometimes I feel my heart will overflow. Hello, is it me you're looking for? I can see it in your eyes, I can see it in your smile. You're all I ever wanted, and my hands are open wide. Go just know that what you say, and just know that what to do. But let me start by saying I love you. I long to see the sunlight in your hair, and tell me time and time again how much I care. Sometimes I feel my heart will overflow. Hello, just to let you know, 'cause I wonder where you are, and I wonder what to do. Are you somewhere feeling lonely, or is someone loving you? Tell me how to win your heart, though I haven't got a clue. But let me start by saying I love you. Thank you. Thank you, Brother Anthony, for your beautiful song. Next, I invite Reverend Father Babu Robert, the manager of Assisi Press, for the vote of thanks. Dear respected dignitaries on the dais, dear sisters, dear brothers and sisters in Christ Jesus. The entire program was designed in English, and the vote of thanks also was is also designed in English, so it goes. It is said that gratitude is not only the greatest virtues, but the parent of all virtues. Assisi Press is one of the age-old and prestigious social enterprises of the Capuchins of St. Francis Province, and it is attached to St. Anne's Friary, Tilleri, Kollam. St. Anne's Friary was established in 1932, and we established our printing press in 1937 in view of imparting Catholic literature. And our printing
Press was registered in 1983 and its legal name is Assisi Press, a charitable society. Assisi Press from its very conception has always been a reservoir of the social apostolate of our province. Of the history of the social work, the press has always been taken progressively forward by my predecessors. So at this moment, I gratefully remember and acknowledge the hard work and initiatives they have put in the growth of this institute, and I offer them a big salute to them. What is the relevance of running a religious article shop along with the printing press? The importance of the religious article shop can be summarized in 3 ways. First of all, you make the church stronger through its liturgical and para-liturgical services, and hence it is part of the evangelization and proclamation of faith. Secondly, it is one of the sources of life for the friars and brothers in formation. Thirdly, it is a means to carry out charitable works. Today, what we have blessed and inaugurated is a great investment for a bright future for the Assisi Press. It will not be a liability in any way in the future. A future-oriented process is being initiated so that one need to keep running the race and pass on the baton to the next man in line. The completion of this project was a Red Sea crossing experience for me in religious life, considering my age and experience. So I feel to quote 1 Thessalonians chapter 5, 16 to 18. Rejoice always, pray without ceasing, give thanks in all circumstances, for this is the will of God in Christ Jesus for you. Therefore, we dedicate this project, all its name and fame that will follow, to God alone, the Creator, through the intercession of our Holy Father, St. Francis. There is a regular and favorite customer of Assisi Press. She is a teacher by her profession. It is she who placed in me this dream. She is a passionate and fervent admirer of St. Francis of Assisi. On one of her customary visits at the shop in 2017, she asked me a question: why don't you develop this shop and give a shopping atmosphere? We followed it up, and we had 2 inaugurations in 2018 and 19, and the culmination of it being done this week. Our love and gratitude goes to our favorite customer, who also stood with us in the realization of this dream. This dream was first presented to the previous provincial and the councillors, Fathers Joseph P.S., Danny, Father Jutta Devos, Father Inauguration, and Father Joey J. They realized and understood the importance of this project, especially in the context of financial crunch the province is facing today. And they took the first step and invested a sum of rupees 30 lakhs in the initial stage. Our special thanks to all of them for having placed their trust in me. Father Joseph P.S., even after his provincialship, he followed it up, this project, in every way. Being the guardian of St. Anne's Priory too, he encouraged and motivated me. He kept on saying, Babu, complete the project you have begun. And today, fortune and conditions have favored him to bless this shop and deliver a presidential address. I offer my special thanks and praise to him. It was when COVID-19 pandemic wrecked the entire world and its economy, a new team under the leadership of Father Prasad Cyprian was appointed to shepherd the province. And this project got delayed during COVID pandemic situation, like the women in the gospel who kept on troubling Jesus for a healing.
I did the same with my authorities to complete this project. But a poor financial status of the province led them not to spare a single penny for this work. But Father Prasad kept on motivating and persuading me to find in my own way the required fund in order to complete this work. And hence all these years I learned the art of traditional Franciscan practice of trusting. And thus I could contribute almost 10 lakhs to this project, towards this project, and almost 30 lakhs is also used from the entire contribution of the asset of the press itself. I sincerely thank Father Provincial, the present Provincial and his team for giving me the unconditional freedom to complete this project. It's also important that someone should always stand beside you in cherishing your dreams. In my case, it is our dear Mother, Rexia Mary, the Superior General of FIH Congregation, who stood with me in following up this dream, and the same with all the sisters per congregation. Our province, and especially personally, I am grateful to you for the expression of your benevolence. The other day, Mother was telling me that I need to travel a lot in expanding this business. Actually, with the space and atmosphere created now, what she said is the next stage to be embarked. Thank you, dear Mother, for lending your ears to me. Jacob Junmusko, a tax practitioner by his profession, an ardent well-wisher of the Assisi press. Added to that, we have included him in the board of members of the press. Always he contributes whenever I lend my hand. And big thanks to Jacob. Father Roy, always an encouraging friar and who believes in the concept and practicality of collective responsibility of this institute. This he proved many times, especially while he was discharging his responsibility of the parish priest at Vareila. All the works related to printing matters, he used to give it to our press. This spirit he continues even now. And today, being the Assistant Superior of St. Agnes Priory, he has delivered the welcome speech to this meeting. My sincere thanks also goes to him. Sunil C. is completing 25 years in the literary field. It's a remarkable achievement and his creative presence. He gives always a space for the press and its development, which is a very rare quality among friars. I value it and consider it as part of the collective responsibility. We express our love and gratitude to Sunil. Amelia, a great friend of Father Sunil C. She's a transgender and she's a film actress. We especially thank her for her special presence today. And all the workers, engineers, painters from Trivandrum and from Kollam, under the leadership of Sunil, they are not here present today. And Rajesh and team, electricians from Trivandrum, Jijo and team, glass work and ceiling work from the masons from Ernakulam, and Anil and the masons, Anil and Mau. We especially thank for their hard work. And the interlock work was laid by Adil and team. We also especially thank them. And for the Plato who serves as an assistant to me, I also thank him. My staff, they are really my backbone. Emotional. They are my backbone and my blessing. So, whatever we have achieved these years is a part of an excellent teamwork. We have worked hard, I can testify. We have worked hard to reach here. A big salute to my staff. And all our invited guests who have responded to our invitation.
Your presence for this event shows that you are really interested in the growth of the Assisi Press. Our special thanks to all of you. Special thank you. I also would like to mention my thanks and gratitude to all our beloved customers who visit our shop. It's really they who lifted up this shop. My love and applause to them too. Finally, my own community members, all the fathers and brothers, especially who performed today by singing and anchoring this program, and for their special presence, and for their observations, for their corrections, and for their interventions and moral support. I especially thank my community members. Even if I have left out anyone's name in this process, I remember all of them and offer my special thanks and prayers. Special thanks to our photographer Suresh and the program covered by Theovision by Father Diju. Special thanks. And it is also, photos were also taken by our brothers from Bodhi. A special thanks to all of them. And special thanks, now I see our Crescent's presence is there. Special thanks to you, Crescents, for the visit. Thank you. God bless you. So I remain. Thank you all. So we go down and we have a refreshment day. Thank you. And we sing a hymn to the hymn to our Lady.